ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ശ്രേയസ് വെളിച്ചത്തോട് യൂണിറ്റിന്റെ കീഴിലുള്ള സ്നേഹദീപം, കുടുംബദീപം മാതൃക അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ചടങ്ങിൽ സ്നേഹദീപം സംഘം സെക്രട്ടറി അജിത സ്വാഗതം ആശംസിച്ചു. വെളിച്ചന്തോട് യൂണിറ്റ് UDO ജോയ്സി രാജു അധ്യക്ഷത വഹിച്ചു. അരവഞ്ചാൽ മാക്സ്മൈൻ റീഹാബിലേഷൻ സെന്ററിലെ സൂപ്രണ്ട് നിത പ്രവീൺ ക്ലാസ് നയിച്ചു. സംഘാംഗങ്ങൾ നിത പ്രവീണിന് മൊമെന്റോ നൽകി ആദരിച്ചു. പ്രിയമുള്ള അയൽക്കൂട്ടാംഗങ്ങളെ, നമ്മൾ ഇന്ന് ഇവിടെ ഒരു ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ്സാണ് നടത്താൻ വേണ്ടിയിട്ട് മാഡത്തിനെ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പം സ്നേഹദീപം, മാതൃക, കുടുംബദീപം എന്ന 3 അയൽക്കൂട്ടങ്ങളും കൂടിയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ഈ പരിപാടിയിലേക്ക് വന്ന നമ്മുടെ യൂണിറ്റിൻ്റെ CEO ജോയ്സി ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ക്ഷണിക്കപ്പെട്ടിട്ട് എത്തിയതാണ് നിത മാഡത്തിനെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി വന്നതാണ്. അരവഞ്ചാല് മാക്സിമെൻറ്റിലെ സൂപ്രണ്ടാണ്. അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളെ യൂണിറ്റ് സെക്രട്ടറി അമ്പിളി, യൂണിറ്റ് ഭാരവാഹികൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് COയെ ക്ഷണിക്കുന്നു. ഫെബ്രുവരി 4 ക്യാൻസർ ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ യൂണിറ്റിൽ പറഞ്ഞ നിർദ്ദേശപ്രകാരം എല്ലാ അയൽക്കൂട്ടംകാരും ഹെൽത്തിൽ നിന്നും ഒക്കെ ആൾക്കാരെ വിളിച്ച് പിന്നെ ക്ലാസ്സുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഫെബ്രുവരി 4 ആയിരുന്നു ക്യാൻസർ ദിനം. അപ്പോൾ ഈ ഒരു മാസം നമ്മുടെ മീറ്റിങ്ങിനോടനുബന്ധിച്ച് നമ്മൾ ആ ദിനങ്ങൾ ആചരിച്ചു പോരുമായിരുന്നു. ക്യാൻസർ എന്ന രോഗത്തെ, ക്യാൻസറിനെ പേടിക്കണോ? എന്നാൽ പേടിക്കണ്ട. അതുകൊണ്ടാണ് പറയുന്നത് ഈ 8-ാം തീയതി വരെ, മാർച്ച് 8 വരെ എല്ലാ പിന്നെ ആരോഗ്യ കേന്ദ്രങ്ങളിലും സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടെന്ന്. ആരെങ്കിലും ഇവിടെ പോയോ? ഇല്ല. ഇത് തന്നെയാണ് നമ്മുടെ കുഴപ്പവും. അപ്പം നമ്മൾ പോയി പരിശോധിച്ചാൽ ഇല്ല എന്നുള്ള ധൈര്യത്തിൽ നമുക്ക് കുറച്ചു കാലം മുന്നോട്ട് ജീവിക്കാം. പക്ഷെ നമ്മളെല്ലാവരും പോയി അറിഞ്ഞാൽ ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ള പേടി കാരണം, അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഒരു അശ്രദ്ധമായ ഒരു പോക്കെന്ന് പറയും നമ്മുടെ. അപ്പം പോയി പരിശോധിക്കുക എന്നുള്ളത്, പോയി പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർ മാമോഗ്രാം ഒക്കെ ചെയ്യും. അപ്പം നമുക്ക് ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പേടിക്കണോ? ഇല്ല. പിന്നെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒന്നുകൂടെ അത് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വലിയ തിയറി ക്ലാസ്സസോ ഒന്നും അല്ല പറയുന്നത്. നമുക്ക് സാധാരണ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാക്കേണ്ട, എന്നാൽ കുറച്ച് ഗൗരവമുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോവാം. ക്ലാസ്സിൻ്റെ ടോപ്പിക്ക് ക്യാൻസർ ആണല്ലേ. നേരത്തെ മാഡം പറയുന്നുണ്ടായിരുന്നു ക്യാൻസറിനെ പേടിക്കണമെന്ന്. പേടിക്കണ്ടെന്ന് പറയുന്നുണ്ടായിരിക്കുമോ? പേടിക്കണ്ട? വേണ്ട, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. മറ്റ് രോഗങ്ങളെ പോലെ തന്നെയുള്ളൊരു രോഗം തന്നെയാണ് ക്യാൻസർ. പക്ഷെ എന്നിരുന്നാലും പേടിക്കണം. ഓക്കെ, ശ്രദ്ധിച്ച് നമ്മളത് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇപ്പം ഈ ക്യാൻസർ അവയർനെസ് പ്രോഗ്രാം ഇപ്പം ഇത്രയും വളരെ കാര്യമായിട്ട് തന്നെ യൂണിറ്റുകളിൽ ഇനി ഒത്തിരി സന്തോഷം തോന്നി. നമ്മുടെ ഈ ചെറിയ ഏറ്റവും ഗ്രൂപ്പുകളിൽ അടക്കുന്നത് എത്തിയല്ലേ. എന്തുകൊണ്ടാണ് അത്? ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊന്നും ഇത് പറയുമ്പോൾ ആർക്കും ഞാൻ വീട്ടിൽ പോയി പറയുമ്പോഴാണെങ്കിലും ആരും അത്ര കാര്യമാക്കി എടുക്കില്ല. പക്ഷെ ഇപ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു ഏറ്റവും ചെറിയ ഗ്രൂപ്പിലേക്ക് ഇറങ്ങി വരാൻ സാധിച്ചതിലും. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതൊരു പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് എത്തിത്തുടങ്ങിയത് എപ്പോഴാണെന്നറിയാമോ? പണ്ട് 40-ൽ ഒരാൾക്ക് വന്നുകൊണ്ടിരുന്ന ക്യാൻസർ ഇപ്പോൾ 6-ൽ ഒരാൾക്ക് എന്ന കണക്ക് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയും, ലോക ആരോഗ്യ സംഘടന പറയുന്നത്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 6-ൽ ഒരാൾ. ഞാൻ ജസ്റ്റ് ഒന്ന് കൗണ്ട് എടുത്തപ്പോൾ നമ്മൾ 20 എത്ര പേരുണ്ട് ഈ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മളിൽ 4-5 പേർക്ക് ഇപ്പോൾ ക്യാൻസർ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അത്രയധികം എത്തിത്തുടങ്ങി ക്യാൻസർ നമ്മുടെ അടുത്ത്, നമ്മുടെ വീടിന് മുറ്റത്ത്, നമ്മുടെ പരിസരത്ത് ക്യാൻസർ വന്നു തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ കണക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പേടിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യവുമില്ല. പക്ഷെ ഇതിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാവുന്ന, അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ചാൽ ഇതിനെ പൂർണ്ണമായി മാറ്റാവുന്ന, അല്ലെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് ക്യാൻസർ. ഓക്കെ, പക്ഷെ നമ്മുടെ ഒരു ചെറിയ, മാഡം സൂചിപ്പിച്ച പോലെ കുറവ് മൂലം, ശ്രദ്ധയില്ലായ്മ കൊണ്ട് മാത്രമാണ് ഇതൊരു വൈകി നമ്മൾ അറിയപ്പെടുകയും പിന്നെ അതിൻ്റെ പുറകെ ഓടിപ്പോവുകയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പം ക്യാൻസർ എന്താണെന്നറിയോ? ഇല്ല. ന്യൂമോണിയ എന്ന് പറഞ്ഞ രോഗം കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്താ അത്? നമ്മുടെ ശ്വാസകോശത്തിന് വരുന്ന ഒരു അണുബാധയാണ് ന്യൂമോണിയ അല്ലേ. ഇൻഫെക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹാർട്ട് അറ്റാക്ക് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഹാർട്ട് അറ്റാക്ക് കേൾക്കാത്തൊരു ആരും ഇല്ലല്ലോ. ഇല്ല. ഹൃദയത്തിലേക്ക് പോകുന്ന രക്തക്കുഴലുകളിൽ വരുന്ന ബ്ലോക്കാണ് ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ഇങ്ങനെ ഓരോ രോഗത്തിനും ഓരോ
നിർവചനങ്ങളുണ്ട്. അതെന്താണ് രോഗം എന്ന് നമുക്കറിയാം. അപ്പൻഡിസൈറ്റിസ് എന്നൊക്കെ പറയും. അപ്പൻഡിക്സ് എന്ന് പറഞ്ഞൊരു ഓർഗൻ നമ്മുടെ അവയവം നമ്മുടെ ബോഡിക്കകത്തുണ്ട്. അതിനകത്ത് വരുന്ന ചെറിയൊരു അണുബാധയാണ്, അറിയാം. മൂത്രത്തിൽ കല്ല് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ഇതൊക്കെ ഓരോ നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗനെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഇതെല്ലാം. ഇതുപോലെ തന്നെയാണ് ക്യാൻസർ. ക്യാൻസറിനെ നിർവചിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? കോശങ്ങളുടെ അമിതമായ വളർച്ച തന്നെയാണ്. അപ്പം നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ യൂണിറ്റ് ആണ് കോശങ്ങൾ. ഈ കോശങ്ങൾ എന്ന് പറയുമ്പം നമ്മുടെ ബോഡിയിൽ എത്ര കോശങ്ങളെന്ന് പറയാൻ പറ്റുമോ? കോടിക്കണക്കിന് കോശങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഓക്കെ, അപ്പം ഇതിനൊക്കെ ഒരു ടൈം ടേബിൾ ഉണ്ട്, ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. ഓക്കെ, അതിന് പൂർണ്ണ വളർച്ചയിലെത്തി കഴിയുമ്പോൾ അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും, ചിലപ്പോൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനുശേഷം പൂർണ്ണ വളർച്ച മെച്യൂറായിട്ടുള്ള സെൽസുകൾ പയ്യെ ഡെത്ത് സംഭവിക്കും, മരിക്കും. പിന്നെ ഈ മെച്യൂറായിട്ടുള്ള ആൾക്കാർ വീണ്ടും ഡിവിഷനിലൊക്കെ ഇതിന് ഒരു കാലചക്രം ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഈ നോർമൽ സൈക്കിളിൻ്റെ ഒരു മാറ്റം വരികയും, ഓക്കെ, അതിന് പല കാരണങ്ങളുണ്ട്. ഓക്കെ, ജനിതക മാറ്റം എന്ന് പറയും നമ്മൾ. ഈ കോശങ്ങൾക്ക് കുറേ കാരണങ്ങൾ കൊണ്ട് ജനിതക മാറ്റം സംഭവിച്ചിട്ട് ഈ കോശങ്ങൾ അൺകൺട്രോളബിളായിട്ട്, ഓക്കെ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഡിവിഷൻ സംഭവിച്ച് ഒരു ട്യൂമറായിട്ട് മാറുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ക്യാൻസർ. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.